ಕೊಡಗಿನ ಇತಿಹಾಸ ಪ್ರಸಿದ್ಧ ಎಮ್ಮೆಮಾಡು ದರ್ಗಾದಲ್ಲಿ ಅಂತ್ಯ ವಿಶ್ರಾಂತಿ ಪಡೆಯುತ್ತಿರುವ ಹಜರತ್ ಸೂಫಿ ಶಹೀದ್ ಮತ್ತು ಸಯೀದ್ ಹಸನ್ ಸಕಾಫ್ ಅಲ್ ಹಲ್ರಮಿ ಹಾಗೂ ಇತರರ ಹೆಸರಿನಲ್ಲಿ ವರ್ಷಂಪ್ರತಿ ನಡೆಸಿಕೊಂಡು ಬರುತ್ತಿರುವ ಉರು ಸಂಭ್ರಮಕ್ಕೆ ಅದ್ದೂರಿ ಚಾಲನೆ ಸಿಕ್ಕಿದೆ. ಜುಮಾ ನಮಾಜಿನ ಬಳಿಕ ದಫ್ ಪ್ರದರ್ಶನದೊಂದಿಗೆ ದರ್ಗಾಗೆ ತೆರಳಿದ ಸಮುದಾಯ ಬಾಂಧವರು, ಸಮಸ್ತ ಮುಷಾವರ ಸದಸ್ಯರು ಹಾಗೂ ಕೊಡಗು ಜಿಲ್ಲಾ ನಾಯಬ್ ಕಾಜಿ ಅಬ್ದುಲ್ಲಾ ಫೈಜಿ ನೇತೃತ್ವದಲ್ಲಿ ಮಖಂ ಜಿಯಾರತ್ ಹಾಗೂ ವಿಶೇಷ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸಲಾಯಿತು. ಎಮ್ಮೆಮಾಡು ತಾಜುಲ್ ಇಸ್ಲಾಂ ಮುಸ್ಲಿಂ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಹುಸೇನ್ ಸಕಾಫಿ ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಿದರು. ಬಳಿಕ ಎಮ್ಮೆಮಾಡು ತಾಜುಲ್ ಇಸ್ಲಾಂ ಮುಸ್ಲಿಂ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಹುಸೇನ್ ಸಕಾಫಿ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಸಭಾ ಕಾರ್ಯಕ್ರಮವನ್ನು ಸಮಸ್ತ ಮುಷಾವರ ಸದಸ್ಯರು, ಕೊಡಗು ಜಿಲ್ಲಾ ನಾಯಬ್ ಕಾಜಿ ಅಬ್ದುಲ್ಲಾ ಫೈಜಿ ಉದ್ಘಾಟಿಸಿದರು. ಉರುಸ್ ಆಚರಣೆ ಎಂಬುದು ಅಲ್ಲಾಹುವಿನ ಔಲಿಯಾಗಳನ್ನು ಗೌರವಿಸಿ ಆಧರಿಸುವ ಪುಣ್ಯ ಕಾರ್ಯ. ಔಲಿಯಾಗಳನ್ನು ಮುಂದಿಟ್ಟು ಅಲ್ಲಾಹುವಿನಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದರೆ ಪ್ರತಿಫಲ ಸಿಗಲಿದೆ ಎಂದರು. അതായത് നബി എന്ന് പറയുന്നത്, വലിയ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ആവാൻ പറ്റും. അള്ളാഹുവുമായി ബന്ധപ്പെടുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന, ഇസ്തിഖാമത്തുള്ളവരായി ജീവിക്കുന്ന, വെറും തന്നെ അള്ളാഹുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് വെറും തന്നെ ആത്മീയമായി ഈ ലോകത്ത് ജീവിക്കുന്ന മഹാത്മാക്കളാണ് അള്ളാഹുവിൻ്റെ വലിയാകൾ. അത് എല്ലാവർക്കും സാധിക്കും, പരിശ്രമിക്കാൻ സാധിക്കുന്ന കാര്യമാണ് വലിയാകുക എന്നുള്ളത്. നേരെ മറിച്ച് പ്രവാചകനാകുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് മാത്രമേ ഈ നബിയെ പ്രവാചകൻ എന്ന് പറയപ്പെടുകയുള്ളൂ. അപ്പോൾ അല്ലാഹുവിൻ്റെ വലിയാകൾ ഇങ്ങനെ പരിശ്രമിച്ച് എവിടുന്നോ യമനിൽ നിന്നോ അല്ലെങ്കിൽ അദർവാത്തിൽ നിന്നോ ലോകമൊട്ടാകെ സഞ്ചരിച്ച് ഇവിടെ എത്തി മറപ്പെട്ട് കിടക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വലിയാണ്. ഒരു മഹാൻ പറഞ്ഞതാണല്ലോ, ಮೊಹಮ್ಮದ್ ಕುഞ്ഞി ಸಕಾಫಿ ಕೊಲ್ಲಂ ಹಾಗೂ ಅಬು ಸಹೀದ್ ಹುಸೈನ್ ಮೌಲವಿ ಕುಂಜಿಲ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿದರು. ಎಮ್ಮೆಮಾಡು ಮಸೀದಿಯ ಖತೀಬರಾದ ರಾಜಿಕ್ ಫೈಜಿ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನಡೆಸಿದರು. അവരുടെ ഇബാദത്തിൽ ലയിച്ചു ചേർന്ന് ഇന്ന ലില്ലാഹി ഇബാദൻ ഫുസന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന, അവർ ദുനിയാവിലെ തലാഖ് ചൊല്ലിയവരാണ്, അവരെ ഫിത്നകളെ ഭയപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിൽ ലയിച്ചു ചേർന്നവരാണ്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാ നദറിൽ ജലീലി വദാമുനാഹു വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമി. അവർ സ്വർഗ്ഗത്തിന്റെ തോട്ടങ്ങളല്ല, അവർക്ക് ഓട്ടോമാറ്റിക്കായി അത് ലഭിക്കും. അവർ ഹൂറിലീങ്ങളെ നോക്കിക്കൊണ്ടല്ല, അവർക്കത് ഇഷ്ടം പോലെ ലഭിക്കും. അവർ അല്ലാഹുവിനെ നോക്കാൻ, അല്ലാഹു അവരെ കാണാൻ, അല്ലാഹുവിനെ അവർക്ക് കണ്ടെത്തി വല്ലാതെ സന്തോഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരാണ്. ആ മഹാന്മാരുടെ അടുക്കലേക്ക് അനുസ്മരണവുമായി നാം എത്തിച്ചേരുമ്പോൾ തട്ടിപ്പുകാരായ വ്യാജന്മാരായ ആളുകളെ മാറ്റി നിർത്താനുള്ള തന്റേടവും യഥാർത്ഥ ഔലിയാക്കളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതിനുള്ള വലിയ മനസ്സും അവരുടെ സ്മരണകൾ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവരുടെ സ്മരണകൾക്ക് മരണമില്ല, അവരുടെ ശസ്ത്രയായ വേർപാട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മറിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ആത്മീയമായ ഇടപെടലുകൾ നടത്താനുള്ള പ്രത്യേകമായ ആത്മീയമായ ശക്തി അല്ലാഹു നൽകിയിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മറ്റു കിതാബുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. മഹാന്മാരുടെ കഴിവുകൾ ഒരു കാരണവശാലും മരണശേഷം മുറിഞ്ഞു പോവുകയില്ല. അതിനു മുമ്പായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആരാണ് മഹാന്മാരെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. കേവലം ഒരു പച്ച ഷാൾ എടുത്തുകൊണ്ട് തോളിലിട്ടുകൊണ്ട് ജപമാലയും പിടിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിൽ കറങ്ങി നടക്കുന്നവർ മാത്രമാണ് ഔലിയാക്കൾ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പിഴച്ച മുഖ്യങ്ങളെ
ആരെങ്കിലും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സത്യമല്ല. മറിച്ച് അല്ലാഹ് അല്ലാഹ് എന്ന ആ ഒറ്റ ചിന്തയിൽ ഇലാഹിയായ സ്മരണയിലൂടെ ഇബാദത്തിലൂടെ കഠിനമായ പരിശ്രമം നടത്തി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിന്റെ ദിക്റുകളും ഫിക്റുകളും ശുക്റുകളുമായി ഒഴുകി അവന്റെ ആ ഒരു ചിന്തയിൽ മാത്രം കഴിച്ചുകൂടിയ അങ്ങനെ ആരാധനാകർമ്മങ്ങളിൽ മുഴുകി അതുവഴി അല്ലാഹുവിന്റെ ആ ഒരു സാമീപ്യം കരസ്ഥമാക്കിയവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. ಈ ಸಂದರ್ಭ ಎಮ್ಮೆಮಾಡು ಜಮಾತ್ ಉಪಾಧ್ಯಕ್ಷ ಚಂಬಾರಂಡ ಮಾಹಿನ್, ಮಸೀದಿಯ ಮುದರಿಸ್ ಹಂಸಾ ಸಕಾಫಿ, ಎಮ್ಮೆಮಾಡು ಜಮಾತ್ ಮಾಜಿ ಅಧ್ಯಕ್ಷ ಅಬೂಬಕರ್ ಸಕಾಫಿ, ಅಯ್ಯಂಗೇರಿ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಸೈಯದ್ ಅಬ್ದುಲ್ ಖಾದರ್ ತಂಗಳ್ ಸೇರಿದಂತೆ ಮತ್ತಿತರರು ಇದ್ದರು. ಉರುಸ್ ಕಾರ್ಯಕ್ರಮದ ಅಂಗವಾಗಿ ಏಪ್ರಿಲ್ 24ರವರೆಗೆ ವಿವಿಧ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿದೆ. ಚಿತ್ತಾರ ನ್ಯೂಸ್ ಚಯ್ಯಂಡಾಣೆ.